പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള ഈ സുപ്രധാന പാഠഭാഗം ടോപ്പ് ട്യൂഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഇന്ത്യ അഥവാ ഇന്ത്യ മിശ്ര സംസ്കാരത്തിനും വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങൾക്കും പേരുകേട്ട മനോഹരമായ ഒരു രാജ്യമാണ്. ഈ അതുല്യമായ കൾച്ചറൽ ഡൈവേഴ്സിറ്റി അഥവാ സാംസ്കാരിക വൈവിധ്യം വളരെ ദീർഘമായ ഒരു ചരിത്ര കാലഘട്ടത്തിലൂടെയാണ് വികസിച്ചുവന്നത്. പ്രിമിറ്റീവ് ഹ്യൂമൻ ഗ്രൂപ്പ്സ് അഥവാ ആദിമ മനുഷ്യ ഗ്രൂപ്പുകൾ പുരാതന കാലത്ത് ഇവിടെ താമസമാക്കുന്നതിനായി വിദൂര ദേശങ്ങളിൽ നിന്ന് യാത്ര ചെയ്തു വന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഈ ആദ്യകാല മനുഷ്യർ വിവിധ വഴികളിലൂടെ എത്തിയ മറ്റു പല മനുഷ്യഗ്രൂപ്പുകളുമായും കലർന്നു. നമ്മുടെ വിവിധ ഭാഷകൾ, വസ്ത്രധാരണം, പാരമ്പര്യങ്ങൾ, ഉത്സവങ്ങൾ, കൃഷിരീതികൾ എന്നിവയിൽ ഈ സമ്പന്നമായ വൈവിധ്യം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഈ സാംസ്കാരിക മിശ്രിതം രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ രാജ്യത്തിന്റെ ജിയോഗ്രാഫിക്കൽ ഡൈവേഴ്സിറ്റി അഥവാ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം വലിയ പങ്കുവഹിക്കുന്നു. എല്ലാ ദിശകളിലും വ്യത്യസ്തമായ ഭൗതിക സവിശേഷതകളുള്ള വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. വടക്കുഭാഗത്ത് കൂറ്റൻ പർവ്വതങ്ങൾ ഈ നാടിനെ സംരക്ഷിക്കുന്ന ശക്തവും അതീവ കരുത്തുള്ളതുമായ ഒരു കോട്ട പോലെ നിലകൊള്ളുന്നു. ഈ പർവ്വതങ്ങൾക്ക് തൊട്ടു തെക്കുഭാഗത്ത് കൃഷിക്ക് അനുയോജ്യമായ വിശാലവും അതീവ ഫലഭൂയിഷ്ഠവുമായ ഒരു സമതലം സ്ഥിതി ചെയ്യുന്നു. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഒരു വലിയ ഡെസേർട്ട് അഥവാ മരുഭൂമി വ്യാപിച്ചുകിടക്കുന്നു. ഇന്ത്യയുടെ മധ്യഭാഗം വിസ്തൃതമായ ഒരു പ്ലാറ്റോ അഥവാ പീഠഭൂമിയാൽ മൂടപ്പെട്ടിരിക്കുന്നു. മനോഹരമായ ദ്വീപുകൾക്കൊപ്പം കിഴക്കൻ പടിഞ്ഞാറൻ വശങ്ങളിൽ നീളമേറിയ തീരസമതലങ്ങളും വ്യാപിച്ചുകിടക്കുന്നു. ഈ വൈവിധ്യമാർന്ന ടോപ്പോഗ്രഫിയും അഥവാ ഭൂപ്രകൃതിയും നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേക സ്ഥാനവുമാണ് നമ്മുടെ സവിശേഷമായ മൺസൂൺ ക്ലൈമറ്റ് അഥവാ മൺസൂൺ കാലാവസ്ഥ സൃഷ്ടിക്കുന്നത്. മനുഷ്യജീവിതവും കൃഷിരീതികളും ഈ പ്രകൃതിദത്ത വൈവിധ്യവുമായി പതുക്കെ പൊരുത്തപ്പെടാൻ പഠിച്ചു. ഈ വ്യത്യാസങ്ങൾക്കിടയിലും ഐക്യത്തിന്റെ ഒരു നേർത്ത നൂല് നമ്മുടെ നാടിനെയും ജനങ്ങളെയും മനോഹരമായി ബന്ധിപ്പിക്കുന്നു. ഈ ഭൗതിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 പ്രധാന ഫിസിയോഗ്രാഫിക് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ 5 വിഭാഗങ്ങൾ നോർത്തേൺ മൗണ്ടൻ റീജിയൻ അഥവാ ഉത്തര പർവ്വതമേഖല, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അഥവാ ഉത്തരേന്ത്യൻ സമതലം, പെനിൻസുലാർ പ്ലാറ്റോ അഥവാ ഉപദ്വീപ് പീഠഭൂമി, ഇന്ത്യൻ ഡെസേർട്ട് അഥവാ ഇന്ത്യൻ മരുഭൂമി, പിന്നെ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ് അഥവാ തീരസമതലങ്ങളും ദ്വീപുകളും എന്നിവയാണ്. നോർത്തേൺ മൗണ്ടൻസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കും വടക്കുകിഴക്കും അതിർത്തിയായി നിലകൊള്ളുന്നു. ഈ മേഖലയിൽ പാമിർ നോട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കേന്ദ്രബിന്ദുവിൽ നിന്നാരംഭിക്കുന്ന നിരവധി പർവ്വതനിരകൾ ഉൾക്കൊള്ളുന്നു. പാമിർ നോട്ട് ലോകത്തിന്റെ റൂഫ് ഓഫ് ദ വേൾഡ് അഥവാ ലോകത്തിന്റെ മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അത് അത്രയധികം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാമിർ നോട്ടിൽ നിന്ന് ഈ പർവ്വതങ്ങൾ കിഴക്കേ പൂർവാച്ചൽ എന്ന പ്രദേശം വരെ നീണ്ടുകിടക്കുന്നു. പാഠപുസ്തകത്തിലെ ഭൂപടത്തിൽ കുൻലുൻ പോലുള്ള മറ്റു പർവ്വതനിരകളും പാമിർ നോട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നതായി കാണാൻ സാധിക്കും. ഈ വടക്കൻ പർവ്വതങ്ങൾ താരതമ്യേന പ്രായം കുറഞ്ഞവയാണ്. ഫോൾഡിംഗ് അഥവാ മടക്കൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഇവ രൂപപ്പെട്ടത്. പടിഞ്ഞാറ് റിവർ ഇൻഡസ് അഥവാ സിന്ധു നദി മുതൽ കിഴക്ക് റിവർ ബ്രഹ്മപുത്ര നദി വരെ ഇവ വ്യാപിച്ചുകിടക്കുന്നു. ഈ പർവ്വതനിരയുടെ ആകെ നീളം ഏകദേശം 2400 കിലോമീറ്റർ ആണ്. ഈ പർവ്വതങ്ങളുടെ വീതി 150 മുതൽ 400 കിലോമീറ്റർ വരെ വ്യത്യാസപ്പെടുന്നു. വളരെ ഉയർന്ന കൊടുമുടികൾ, കൂറ്റൻ ഗ്ലേസിയേഴ്സ് അഥവാ മഞ്ഞുമലകൾ, ആഴത്തിലുള്ള താഴ്വരകൾ എന്നിവയുള്ള സവിശേഷമായ ഭൂപ്രകൃതിയാണിവിടെ. ഭൗതിക രൂപത്തിന്റെയും സവിശേഷതകളുടെയും അടിസ്ഥാനത്തിൽ നോർത്തേൺ മൗണ്ടൻ റീജിയൻ 3 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം അഥവാ ട്രാൻസ് ഹിമാലയം, ഹിമാലയം അഥവാ ഹിമാലയം, പിന്നെ ഈസ്റ്റേൺ ഹിൽസ് അഥവാ കിഴക്കൻ കുന്നുകൾ എന്നിവയാണ് 3 ഭാഗങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭൂപ്രദേശങ്ങളെയാണ് സാധാരണയായി പർവ്വതമെന്ന് വിളിക്കുന്നത്. ഫോൾഡ് മൗണ്ടൻസ് അഥവാ മടക്കുപർവ്വതങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് പാഠപുസ്തകം വിശദീകരിക്കുന്നു. ഭൂവൽക്കത്തിലെ സെഡിമെന്ററി ശിലകളുടെ പാളികൾ ശക്തമായി അമർത്തപ്പെടുമ്പോൾ ഫോൾഡ് മൗണ്ടൻസ് രൂപപ്പെടുന്നു. ഈ ശക്തമായ അമർത്തൽ പ്രക്രിയയെ ശാസ്ത്രത്തിൽ ഫോൾഡിംഗ് എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ ഹിമാലയവും യൂറോപ്പിലെ ആൽപ്സും ഇത്തരത്തിൽ കൃത്യമായ ഫോൾഡിംഗ് പ്രക്രിയയിലൂടെ രൂപപ്പെട്ടവയാണ്. ട്രാൻസ് ഹിമാലയം ഈ പർവ്വതങ്ങളുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വിഭാഗമാണ്. ഇതിന്റെ സ്ഥാനം കാരണം ടിബറ്റൻ ഹിമാലയം എന്നിതറിയപ്പെടുന്നു. ട്രാൻസ് ഹിമാലയം സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 3000 മീറ്റർ എന്ന ഏറ്റവും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം റേഞ്ച് ട്രാൻസ് ഹിമാലയത്തിന്റെ പ്രധാന ഭാഗമാണ്. ഇത് ഹിമാലയത്തെ പാമിർ നോട്ടുമായി ബന്ധിപ്പിക്കുന്നു. ഭൂപടത്തിൽ ട്രാൻസ് ഹിമാലയത്തിന് സമാന്തരമായി പോകുന്ന 3 പർവ്വതനിരകൾ കാണാൻ സാധിക്കും. ഈ 3 സമാന്തര നിരകൾ ഹിമാദ്രി, ഹിമാചൽ, പിന്നെ ശിവാലിക് എന്നിവയാണ്.
ഈ 3 സമാന്തര നിരകൾ ചേർന്നതാണ് ഔദ്യോഗികമായി നമ്മൾ ഹിമാലയം എന്ന് വിളിക്കുന്നത്. ശിവാലിക് റേഞ്ച് ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ്. ഇത് ഗംഗാ സമതലവുമായി അതിർത്തി പങ്കിടുന്നു. ശിവാലിക് റേഞ്ചിന്റെ വീതി ശരാശരി 60 മുതൽ 150 കിലോമീറ്റർ വരെ വ്യത്യാസപ്പെടുന്നു. പർവ്വതങ്ങളുടെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഇതിനെ ഔട്ടർ ഹിമാലയം അഥവാ പുറം ഹിമാലയം എന്നും വിളിക്കുന്നു. ശിവാലിക്സിന് തൊട്ടുനടുക്കായി ഹിമാചൽ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നു. ഹിമാചൽ നിര ശരാശരി 3500 മുതൽ 4500-നുമിടയിൽ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലെസ്സർ ഹിമാലയം അഥവാ ചെറിയ ഹിമാലയം എന്നും ഇതറിയപ്പെടുന്നു. ഇതിന് 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാദ്രി ഏറ്റവും ഉയർന്ന സമാന്തര നിരയാണ്. ഇത് ഗ്രേറ്റർ ഹിമാലയം അഥവാ വലിയ ഹിമാലയം അല്ലെങ്കിൽ ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 6100 മീറ്റർ എന്ന വലിയ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഉയർന്ന ഈ പർവ്വതനിരയ്ക്ക് ഏകദേശം 25 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. ഉയരം വളരെ കൂടുതലായതിനാൽ ഹിമാദ്രി പർവ്വതങ്ങൾ എപ്പോഴും മഞ്ഞാൽ മൂടിക്കിടക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികളിൽ ഭൂരിഭാഗവും ഈ ഹിമാദ്രി നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്ഭുതകരമെന്ന് പറയട്ടെ, ഹിമാലയം ഇന്നും ഉയരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന ഭൂമിശാസ്ത്രപരമായ പ്രക്രിയയാണ് ഈ നിരന്തരമായ വളർച്ചയ്ക്ക് കാരണം. ടെക്ടോണിക് പ്ലേറ്റുകൾ നമ്മുടെ ഭൂഖണ്ഡങ്ങളും സമുദ്രതറകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയ പാറക്കഷണങ്ങളാണ്. ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്ന ഭൂമിയുടെ മുകൾ പാളി ഇത്തരം വലിയ പ്ലേറ്റുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ലിത്തോസ്ഫിയറിന് താഴെ അസ്തനോസ്ഫിയർ എന്ന വളരെ ചൂടുള്ള ഭാഗമുണ്ട്. അവിടെ പാറകൾ ഭാഗികമായി ഉരുകിയ അവസ്ഥയിലാണ്. ഈ വലിയ ടെക്ടോണിക് പ്ലേറ്റുകൾ ചൂടുള്ള അസ്തനോസ്ഫിയറിന് മുകളിലൂടെ വളരെ പതുക്കെ ഒഴുകി നീങ്ങുന്നു. ഈ പ്ലേറ്റുകൾ അവയുടെ അരികുകളിൽ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ശക്തമായ പർവ്വത രൂപീകരണ ശക്തികളുണ്ടാകുന്നു. പ്ലേറ്റുകൾ എങ്ങനെയാണ് പരസ്പരം പ്രതികരിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ 3 തരത്തിലുള്ള പ്ലേറ്റ് അതിർത്തികളുടെ ഡയഗ്രമുകൾ പാഠപുസ്തകത്തിൽ കാണിക്കുന്നു. 2 ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ നേർക്കുനേർ വന്നിടിക്കുമ്പോഴാണ് കൺവേർജന്റ് ബൗണ്ടറീസ് അഥവാ കൺവേർജന്റ് അതിർത്തികൾ ഉണ്ടാകുന്നത്. പ്ലേറ്റുകൾ തമ്മിൽ അകന്നു പോകുമ്പോഴാണ് ഡൈവേർജന്റ് ബൗണ്ടറീസ് അഥവാ ഡൈവേർജന്റ് അതിർത്തികൾ ഉണ്ടാകുന്നത്. പ്ലേറ്റുകൾ വശങ്ങളിലൂടെ പരസ്പരം ഉരസി നീങ്ങുമ്പോഴാണ് ട്രാൻസ്ഫോം അതിർത്തികൾ ഉണ്ടാകുന്നത്. ഒരു കൺവേർജന്റ് ബൗണ്ടറിയിൽ പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുമ്പോഴുണ്ടാകുന്ന സമ്മർദ്ദം പാറപ്പാളികളെ ശക്തമായി അമർത്തുന്നു. ഈ ശക്തമായ അമർത്തൽ ഭൂവൽക്കത്തെ മുകളിലേക്ക് മടങ്ങാൻ നിർബന്ധിക്കുകയും വലിയ ഫോൾഡ് മൗണ്ടൻസ് രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഹിമാലയം രൂപപ്പെട്ടത് എന്ന് ചിത്രങ്ങൾ വ്യക്തമായി കാണിക്കുന്നു. ഏകദേശം 150 മുതൽ 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പ്ലേറ്റ് അഥവാ ഇന്ത്യൻ പ്ലേറ്റ് യഥാർത്ഥത്തിൽ തെക്കൻ അർദ്ധഗോളത്തിലായിരുന്നു. ഈ വലിയ ഇന്ത്യൻ പ്ലേറ്റ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പതുക്കെ വടക്കോട്ട് നീങ്ങുകയും യുറേഷ്യൻ പ്ലേറ്റിനടുത്തേക്കെത്തുകയും ചെയ്തു. ഈ 2 വലിയ ഭൂഭാഗങ്ങൾക്കിടയിൽ ടെത്തിസ് സീ അഥവാ ടെത്തിസ് കടൽ എന്നൊരു വലിയ ജലാശയമുണ്ടായിരുന്നു. ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചപ്പോൾ ടെത്തിസ് സീയുടെ തറഭാഗം തകരുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്തു. ഈ ശക്തി സമുദ്രതറയെ ആകാശത്തേക്കുയർത്തുകയും ഉയർന്ന ഹിമാലയാസ് സൃഷ്ടിക്കുകയും ചെയ്തു. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ താഴേക്ക് വേഗത്തിലൊഴുകുമ്പോൾ പർവ്വതങ്ങളിൽ ആഴമുള്ള മുറിവുകളുണ്ടാക്കുന്നു. കുത്തനെയുള്ള പാറക്കെട്ടുകളുള്ള ഇത്തരം ഇടുങ്ങിയ താഴ്വരകളെ ബോർജുകൾ അഥവാ ഗോർജുകൾ എന്ന് വിളിക്കുന്നു. കുത്തനെയുള്ള ഒരു റിവർ ഗോർജ് പർവ്വതനിരയെ മുറിച്ചുമാറ്റുന്നത് ഒരു ചിത്രം വ്യക്തമായി കാണിക്കുന്നു. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ ശക്തമായ നദികൾ പാറകളെ ഒഴുക്കിക്കൊണ്ട് കൂറ്റൻ ഗോർജുകൾ നിർമ്മിക്കുന്നു. ഭൂമിശാസ്ത്രജ്ഞർ ഈ നദികളെ അടിസ്ഥാനമാക്കി ഹിമാലയത്തെ 3 പ്രാദേശിക വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒരു പട്ടികയും ഭൂപടവും ഈ 3 വിഭാഗങ്ങളെ കാണിക്കുന്നു. വെസ്റ്റേൺ ഹിമാലയാസ് അഥവാ പശ്ചിമ ഹിമാലയം, സെൻട്രൽ ഹിമാലയാസ് അഥവാ മധ്യ ഹിമാലയം, പിന്നെ ഈസ്റ്റേൺ ഹിമാലയാസ് അഥവാ കിഴക്കൻ ഹിമാലയം. ഇൻഡസ് നദിയും കാളി നദിയും ചേർന്നാണ് വെസ്റ്റേൺ ഹിമാലയാസിനെ വേർതിരിക്കുന്നത്. കാളി നദിക്കും തീസ്ത നദിക്കുമിടയിലാണ് സെൻട്രൽ ഹിമാലയ സ്ഥിതി ചെയ്യുന്നത്. തീസ്ത നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് ഈസ്റ്റേൺ ഹിമാലയാസ് വ്യാപിച്ചു കിടക്കുന്നത്. വെസ്റ്റേൺ ഹിമാലയാസ് എന്ന വലിയ പ്രദേശത്തെ വീണ്ടും 3 ചെറിയ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. കശ്മീർ ഹിമാലയം അഥവാ കശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം അഥവാ ഹിമാചൽ ഹിമാലയം, പിന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിവയാണ് ഈ ഭാഗങ്ങൾ.
കശ്മീർ ഹിമാലയം ജമ്മു കശ്മീരിലും ലഡാക്കിലുമായി ഏകദേശം 3,50,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വ്യാപിച്ചുകിടക്കുന്നു. ഇതിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. കാരക്കോറം, സാസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ എന്നിവ ഇവിടുത്തെ പ്രധാന മഞ്ഞുപുതച്ച പർവ്വതനിരകളാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് K2 കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ, ബോൾട്ടോറോ തുടങ്ങിയ വലിയ ഗ്ലേസിയറുകൾ ഇവിടെ കാണാം. സിയാച്ചിൻ ഗ്ലേഷ്യർ ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി എന്ന നിലയിൽ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഈ മറഞ്ഞ മഞ്ഞുപാളികൾ ഉരുകി ഇൻഡസ് നദിക്കും അതിന്റെ പോഷക നദികളായ രവി, ഝലം, ചിനാബ് എന്നിവയ്ക്ക് വെള്ളം നൽകുന്നു. മഞ്ഞുരുകുന്നതിനാൽ ഈ നദികളിൽ വർഷം മുഴുവൻ സമൃദ്ധിയായി വെള്ളമൊഴുകുന്നു. പർവ്വതങ്ങളിലെ സ്വാഭാവിക വിടവുകളായ മൗണ്ടൻ പാസസ് അഥവാ പർവ്വതപാതകൾ ഉപയോഗിച്ചാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ബനിഹാൽ പാസ് ജമ്മുവിനെ കശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ്. ഈ പ്രദേശം മനോഹരമായ ശുദ്ധജല തടാകങ്ങൾക്കും പ്രസിദ്ധമാണ്. ഇതിൽ ദാൽ തടാകമാണ് ഏറ്റവും പ്രധാനം. ശ്രീനഗർ നഗരം സ്ഥിതി ചെയ്യുന്നത് ദാൽ ലേക്കിന്റെ കരയിലാണ്. ദാൽ ലേക്കിൽ മനോഹരമായി അലങ്കരിച്ച വള്ളയായ ഷിക്കാര ഒഴുകി നടക്കുന്ന ചിത്രം കാണാം. ഈ ഷിക്കാര വള്ളകളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കശ്മീർ സന്ദർശിക്കുന്ന വിനോദ താൽപര്യരെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ്. വേനൽക്കാലത്ത് പർവ്വതച്ചരിവുകളിൽ മനോഹരമായ പുൽമേടുകൾ ഉണ്ടാകുന്നു. ഇവയെ പ്രാദേശികമായി മാർഗ്സ് എന്ന് വിളിക്കുന്നു. വേനൽക്കാലത്ത് പൂക്കൾ നിറഞ്ഞതും ശൈത്യകാലത്ത് മഞ്ഞു മൂടിക്കിടക്കുന്നതുമായ ഗുൽമാർഗ് ചിത്രങ്ങളിൽ കാണാം. മാർഗ്സ് മഞ്ഞു മൂടിക്കിടക്കുമ്പോൾ സ്കീയിംഗ് പോലുള്ള ശൈത്യകാല കായിക വിനോദങ്ങൾക്കായി വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. ഹിമാചൽ ഹിമാലയ എന്ന പർവ്വതഭാഗം കൂടുതലായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചെനാബ്, രവി, ബിയാസ് എന്നീ പ്രധാന നദികൾ ഈ പ്രദേശത്തുകൂടി വേഗത്തിൽ ഒഴുകുന്നു. ധൗളാധർ, പിർപഞ്ചാൽ എന്നിവ ഇവിടത്തെ പ്രധാന പർവ്വതനിരകളാണ്. ചന്ദ്രതാൾ, സൂരജ് താൾ തുടങ്ങിയ മനോഹരമായ ശുദ്ധജല തടാകങ്ങൾ ഈ പർവ്വതങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ബാരലാച്ച ലാ പാസ് അഥവാ ബാരലാച്ച ലാ പാസ്, റോട്ടാങ് പാസ് അഥവാ റോട്ടാങ് പാസ് എന്നിവ ഇവിടത്തെ പ്രധാന പാതകളാണ്. ബാരലാച്ച ലാ പാസ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. റോട്ടാങ് പാസ് മനോഹരമായ കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നു. കുളു, കാംഗ്ര, ലാഹുൽ തുടങ്ങിയ താഴ്വരകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വളരെ പ്രശസ്തമാണ്. ഷിംല, മണാലി തുടങ്ങിയ നഗരങ്ങൾ മഞ്ഞുവീഴ്ചയും സുഖകരമായ കാലാവസ്ഥയും ആസ്വദിക്കാനായി എത്തുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. പർവ്വതങ്ങൾ സജീവമായി വളരുന്നതിനാൽ ഭൂമിക്കടിയിലെ പാറകൾക്ക് വലിയ ചൂടുണ്ടാകാറുണ്ട്. ഭൂമിക്കടിയിലേക്കിറങ്ങിച്ചെല്ലുന്ന മഴവെള്ളം ഈ ചൂടുള്ള പാറകളിൽ തട്ടി ചൂടാകുന്നു. ഈ ചൂടുവെള്ളം പതുക്കെ ഉപരിതലത്തിലേക്ക് വരികയും ഹോട്ട് സ്പ്രിംഗ്സ് അഥവാ ഉഷ്ണജല ഉറവകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. നുബ്ര വാലി, മണികരൻ, ഖീർഗംഗ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം ഹോട്ട് സ്പ്രിംഗ്സ് കാണാൻ സാധിക്കും. മണികരണിലെ പവർ പ്ലാന്റിൽ എന്ന പോലെ ഈ ജിയോതെർമൽ ഊർജം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പോലും ഉപയോഗിക്കാം. ഉത്തരാഖണ്ഡ് ഹിമാലയ എന്നത് സത്ലജ് നദി മുതൽ കാളി നദി വരെ നീളുന്ന ഭാഗമാണ്. ഇതിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ ഗഡ്വാൾ ഹിമാലയ അഥവാ ഗഡ്വാൾ ഹിമാലയമെന്നും കിഴക്കൻ ഭാഗത്തെ കുമായൂൺ ഹിമാലയമെന്നും വിളിക്കുന്നു. നന്ദാദേവി, ക്യാമെറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയർന്ന കൊടുമുടികൾ ഈ മേഖലയിൽ തലയുയർത്തി നിൽക്കുന്നു. ഗംഗ, യമുന നദികളുടെ ഉറവിടങ്ങളായ ഗംഗോത്രി, യമുനോത്രി ഗ്ലേസിയറുകൾ ഇവിടെയാണ് കാണപ്പെടുന്നത്. നൈനിറ്റാൾ, ഭീംതാൾ തുടങ്ങിയ മനോഹരമായ തടാകങ്ങളും ഈ പ്രദേശത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ലെസ്സർ ഹിമാലയസിനും ശിവാലിക് കുന്നുകൾക്കുമിടയിൽ ഡൂൺസ് അഥവാ ഡൂണുകൾ എന്ന് വിളിക്കപ്പെടുന്ന പരന്ന താഴ്വരകൾ കാണാം. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് ഡൂൺ താഴ്വരയ്ക്ക് ഏറ്റവും മികച്ച ഉദാഹരണം. പർവ്വതച്ചെരിവുകളിൽ ബുഗ്യാലുകൾ അഥവാ ബുഗ്യാലുകൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക പുൽമേടുകൾ ഉണ്ട്. പച്ചപ്പുള്ള ഒരു ബുഗ്യാലിലൂടെ ആടുകളുമായി പോകുന്ന ഇടയന്റെ ചിത്രം പുസ്തകത്തിൽ കാണാം. ഈ ബുഗ്യാലുകൾ ശൈത്യകാലത്ത് മഞ്ഞു മൂടിക്കിടക്കുമെങ്കിലും വേനൽക്കാലത്ത് പച്ച പുൽമേടുകളായി മാറും. ഓരോ വേനൽക്കാലത്തും ഇടയന്മാർ താഴത്തെ വരണ്ട താഴ്വരകളിൽ നിന്ന് ആടുമാടുകളുമായി ഈ പുൽമേടുകളിലേക്ക് കയറിപ്പോകുന്നു. ശൈത്യകാലം വരുന്നതുവരെ അവർ താൽക്കാലിക ഷെഡുകൾ കെട്ടി മൃഗങ്ങളോടൊപ്പം അവിടെ താമസിക്കുന്നു. കടുത്ത മഞ്ഞുവീഴ്ച തുടങ്ങുമ്പോൾ അവർ മലയിറങ്ങി താഴ്ന്ന താഴ്വരകളിലേക്ക് തന്നെ മടങ്ങുന്നു. ഈ രീതിയിലുള്ള കാലാനുസൃതമായ കുടിയേറ്റത്തെ ട്രാൻസ്ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നു.
സെൻട്രൽ ഹിമാലയ കൃത്യമായി കാളി നദി മുതൽ തീസ്ത നദി വരെ നീളുന്ന ഭാഗമാണ്. ഈ വിഭാഗം കൂടുതലും നേപ്പാളിലായതിനാൽ ഇതിനെ നേപ്പാൾ ഹിമാലയം അഥവാ നേപ്പാൾ ഹിമാലയമെന്നും വിളിക്കുന്നു. ഈ മധ്യഭാഗത്ത് പശ്ചിമ സിക്കിമും ഡാർജിലിംഗും മാത്രമാണ് ഇന്ത്യയുടെ ഭാഗമായുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലെ ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കഞ്ചൻജുംഗ, നാഥുല പാസ് എന്നിവ ഈ കേന്ദ്രമേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. ഹിമാലയ ഒരു വലിയ സ്വാഭാവിക മതിലായി ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയായി നിലകൊള്ളുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ മധ്യേഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു കാലാവസ്ഥാ മതിലായും ഇത് പ്രവർത്തിക്കുന്നു. ഈ പർവ്വതമേഖലയിലെ കാലാവസ്ഥ എല്ലായിടത്തും ഒരുപോലെയല്ല. ഭൂമിയുടെ ഉയരത്തിനും രൂപത്തിനുമനുസരിച്ച് അവിടത്തെ താപനിലയും കാലാവസ്ഥയും മാറുന്നു. പർവ്വതങ്ങളുടെ താഴേച്ചരിവുകളിൽ നിങ്ങൾക്ക് സുഖകരമായ കാലാവസ്ഥ അനുഭവപ്പെടും. മുകളിലേക്ക് പോകുന്തോറും താപനില ഗണ്യമായി കുറയുന്നു. ലഡാക്ക് പോലുള്ള വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്തരധ്രുവത്തിലെന്ന പോലെ കടുത്ത തണുപ്പാണ് അനുഭവപ്പെടുക. ശിവാലിക്കിന്റെ തെക്കുചരിവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ കാരണം വലിയ രീതിയിൽ മഴ ലഭിക്കുന്നു. ഈ പർവ്വതങ്ങളിലെ ഉയർന്ന തണുത്ത സ്ഥലങ്ങളിൽ മഴ മഞ്ഞായിട്ടാണ് പെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന മൺസൂൺ കാറ്റുകൾ വലിയ അളവിൽ ഈർപ്പം വഹിക്കുന്നു. ഈ കാറ്റുകൾ പർവ്വതങ്ങൾക്കിടയിൽ പൂർണ്ണമായും കുടുങ്ങിപ്പോകുന്നു. ഇങ്ങനെ കാറ്റുകൾക്ക് കടന്നുപോകാൻ കഴിയാത്തതിനാൽ അവയുടെ ഈർപ്പം മുഴുവൻ മഴയായി പെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളാണ് ഹിമാലയത്തിലെ പ്രധാന ജലസംവിധാനം ഒരുക്കുന്നത്. ഈ നദികളിൽ മൺസൂൺ മഴയും മഞ്ഞുരുകിയ വെള്ളവുമുള്ളതിനാൽ ഇവ പെരണിയൽ റിവേഴ്സ് അഥവാ വറ്റാത്ത നദികളാണ്. പർവ്വതങ്ങളിലൂടെ ഒഴുകുമ്പോൾ ഈ നദികൾക്ക് വളരെ വേഗത കൂടുതലായിരിക്കും. ഈ വേഗതയുള്ള നദികൾ സമതലങ്ങളിലെത്തുമ്പോൾ പലപ്പോഴും കരകവിഞ്ഞൊഴുകി വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. ഈ നദികളുടെ ശക്തി പർവ്വതങ്ങളിൽ വി ആകൃതിയിലുള്ള താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും ഉണ്ടാക്കുന്നു. ഒരു ക്ലിഫിൽ നിന്ന് നദീജലം കുത്തനെ താഴേക്ക് വീഴുമ്പോഴാണ് ഒരു വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. മൃദുവായ പാറകളെ നദി ഒഴുക്കിക്കളയുന്നതുകൊണ്ടാണ് ഇത്തരം വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത്. പർവ്വതങ്ങളിലൂടെ നദി ഒഴുകുമ്പോൾ നദി രണ്ട് രീതിയിൽ ഭൂമിയെ കാർന്നെടുക്കുന്നു. വശങ്ങളിലെ മണ്ണൊഴുക്കിക്കളയുന്നതിനെ ലാറ്ററൽ ഇറോഷൻ അഥവാ വശങ്ങളിലെ അപരദനം എന്നു വിളിക്കുന്നു. നദീതടം താഴേക്ക് കുഴിക്കുന്നതിനെ വെർട്ടിക്കൽ ഇറോഷൻ അഥവാ ലംബമായ അപരദനം എന്നു വിളിക്കുന്നു. ഈ രണ്ട് അപരദനവും ചേർന്നാണ് ഇംഗ്ലീഷ് അക്ഷരം വി പോലെയിരിക്കുന്ന താഴ്വരകൾ രൂപം കൊള്ളുന്നത്. ഹിമാലയത്തിലെ പ്രധാന നദീതട വ്യവസ്ഥകൾ എവിടെയാണെന്ന് ഒരു ഭൂപടം കാണിച്ചുതരുന്നു. റിവർ ഇൻഡസ് മാനസ സരോവർ തടസിനടുത്തുള്ള ഭോക്കർചു ഗ്ലേസിയറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ നദിയും ഇതിന്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന ജലസ്രോതസ്. ഗംഗ ഗംഗോത്രി ഗ്ലേസിയറിലെ ഗോമുഖത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇതിന്റെ പോഷക നദികളായ യമുനയും ഘാഗ്രയും ഉത്തരാഖണ്ഡിലും നേപ്പാളിലും വെള്ളം നൽകുന്നു. ബ്രഹ്മപുത്ര മാനസ സരോവർ തടസിനടുത്തുള്ള ചെമായുങ്ഡുങ് ഗ്ലേസിയറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇതിന്റെ പോഷക നദികളായ ദിബാങ്ങും ലോഹിത്തും കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ജലസംവിധാനമാണ്. ഈ പർവ്വതപ്രദേശങ്ങളിൽ കൂടുതലായും മൗണ്ടൻ സോയിൽ അഥവാ പർവ്വതമണ്ണും ഫോറസ്റ്റ് സോയിൽ അഥവാ വനമണ്ണുമാണ് കാണപ്പെടുന്നത്. മണ്ണിന്റെ സവിശേഷതകൾ ഓരോ സ്ഥലത്തെയും പ്രകൃതിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. താഴ്വരകളിൽ സസ്യങ്ങൾ നശിച്ചുണ്ടാകുന്ന ഹ്യൂമസ് അടങ്ങിയ ഫലഭൂയിഷ്ടമായ മണ്ണാണുള്ളത്. കുത്തനെയുള്ള ചെരിവുകളിൽ പാറകൾ നിറഞ്ഞ വളക്കൂറില്ലാത്ത മണ്ണാണുള്ളത്. നദികൾ കൊണ്ടുവരുന്ന അലൂവിയൽ സോയിലും താഴ്വരകളിൽ കാണാം. കാശ്മീർ താഴ്വരയിൽ കരേവകൾ എന്ന് വിളിക്കപ്പെടുന്ന ഗ്ലേസിയർ മണ്ണുണ്ട്. കുങ്കുമപ്പൂവ് അഥവാ സാഫ്രൻ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരേവകൾ. കുങ്കുമപ്പൂവ് വിളവെടുക്കുന്ന കർഷകരുടെ ചിത്രം പുസ്തകത്തിൽ കാണാം. ഉയരത്തിനനുസരിച്ച് ഇവിടുത്തെ സസ്യജാലവും മാറിക്കൊണ്ടിരിക്കും. കിഴക്കൻ ഹിമാലയത്തിൽ വലിയ രീതിയിൽ മഴ ലഭിക്കുന്നതിനാൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്സ് അഥവാ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു. ഉയരത്തിലേക്ക് പോകുന്തോറും തണുപ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് സസ്യങ്ങൾ മാറുന്നു. നിങ്ങൾക്ക് താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ പലതരം വനങ്ങൾ കാണാൻ സാധിക്കും. താഴ്ന്ന ഭാഗങ്ങളിൽ ഇലപൊഴിയും വനങ്ങളും ഉയരങ്ങളിൽ കണിഫറസ് ട്രീസ് അഥവാ സൂചിയില മരങ്ങളും കാണാം. പൈൻ, ദേവദാരു തുടങ്ങിയ മരങ്ങളാണ് ഈ നിരയിൽ വരുന്നത്. കൂടുതൽ ഉയരങ്ങളിൽ റോഡോഡെൻഡ്രോണുകൾ അഥവാ റോഡോഡെൻഡ്രോണുകൾ പോലുള്ള ചെറിയ ചെടികൾ മാത്രമേ കാണുകയുള്ളൂ. അതിനു മുകളിൽ പുൽമേടുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. യാക്, കസ്തൂരിമാൻ,
ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം തുടങ്ങിയ അപൂർവ മൃഗങ്ങൾ ഇവിടെ വസിക്കുന്നു. കുട്ടിയോടൊപ്പം നിൽക്കുന്ന കാണ്ടാമൃഗത്തിന്റെ ചിത്രം പുസ്തകത്തിലുണ്ട്. ഇവയെ സംരക്ഷിക്കാനായി പല നാഷണൽ പാർക്കുകൾ അഥവാ ദേശീയ ഉദ്യാനങ്ങളും സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിൽ ബയോസ്ഫിയർ റിസർവുകൾ അഥവാ ബയോസ്ഫിയർ റിസർവുകളും വന്യജീവി സങ്കേതങ്ങളും ഉൾപ്പെടുന്നു. ഡാച്ചികം, ഹെമിസ് തുടങ്ങിയ ദേശീയ ഉദ്യാനങ്ങൾ പശ്ചിമ ഹിമാലയത്തിലാണ്. ഉത്തരാഖണ്ഡിൽ കോർബറ്റ്, രാജാജി തുടങ്ങിയ ദേശീയ ഉദ്യാനങ്ങളുണ്ട്. കിഴക്കൻ ഹിമാലയത്തിൽ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നു. അസമിൽ കാസിരംഗ, മാനസ് തുടങ്ങിയ ദേശീയ ഉദ്യാനങ്ങളുണ്ട്. കേബിൾ ലാംജാവോ നാഷണൽ പാർക്ക് എന്ന ഒഴുകി നടക്കുന്ന ദേശീയ ഉദ്യാനം മണിപ്പൂരിലാണ്. കുത്തനെയുള്ള ഭൂപ്രകൃതി കാരണം ഇവിടെ കൃഷി വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും വെല്ലുവിളികളുണ്ടെങ്കിലും ജനങ്ങൾ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ അഥവാ ഉപജീവന കൃഷിയിലൂടെ അതിജീവിക്കുന്നു. മണ്ണിടിച്ചിൽ തടയാൻ മലഞ്ചെരിവുകൾ തട്ടുകളായി മുറിച്ചുള്ള ടെറസ് ഫാമിംഗ് രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. മലഞ്ചെരിവുകൾ കൃഷിക്കായി രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒരു ചിത്രത്തിൽ വ്യക്തമാണ്. മഴക്കാലത്ത് ഇവിടെ നെല്ലും കിഴങ്ങുവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നു. വസന്തകാലത്ത് ഗോതമ്പും ആപ്പിൾ പോലുള്ള പഴവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നു. ആപ്പിൾ തോട്ടങ്ങളുടെ ചിത്രം പുസ്തകത്തിൽ കാണാൻ സാധിക്കും. കിഴക്കൻ ഹിമാലയത്തിൽ ചായ അഥവാ ടീ ഒരു പ്രധാന കൃഷിയാണ്. അസമിലെയും ഡാർജിലിംഗിലെയും ചായത്തോട്ടങ്ങൾ ലോകപ്രശസ്തമാണ്. വടക്കുകിഴക്കൻ കുന്നുകളിലെ ഗോത്രവർഗ്ഗക്കാർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അഥവാ സ്ഥലം മാറ്റ കൃഷിരീതിയാണ് പിന്തുടരുന്നത്. കൃഷി ബുദ്ധിമുട്ടായതിനാൽ പലരും മൃഗസംരക്ഷണം ഒരു തൊഴിലായി സ്വീകരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ പശുക്കളെയും ആടുകളെയും വളർത്തുന്നു. ഉയർന്ന തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചെമ്മരിയാടുകളെയും കുതിരകളെയും വളർത്തുന്നു. ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിൽ തണുപ്പിനെ പ്രതിരോധിക്കുന്ന യാഗ് പോലുള്ള മൃഗങ്ങളെയാണ് വളർത്തുന്നത്. ആടുകൾ മേയുന്ന ചിത്രം മൃഗസംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു. ഗുജ്ജേഴ്സ് അഥവാ ഗുജ്ജറുകൾ പശ്ചിമ ഹിമാലയത്തിലെ പുൽമേടുകളിൽ താമസിക്കുന്ന ഇടയ ഗോത്രവിഭാഗമാണ്. മനോഹരമായ ഭൂപ്രകൃതി ഹിമാലയത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നു. തീർത്ഥാടന യാത്രകളിലൂടെയാണ് പണ്ടുകാലത്ത് ഇവിടെ ടൂറിസം തുടങ്ങിയത്. കൈലാസ്, മാനസരോവർ തുടങ്ങിയ സ്ഥലങ്ങൾ നൂറ്റാണ്ടുകളായി വിശ്വാസികളെ ആകർഷിക്കുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ ഹിൽ സ്റ്റേഷനുകൾ വിനോദസഞ്ചാരികളെ ആകർഷിച്ചു. തണുത്ത കാലാവസ്ഥയെ ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇത്തരം ടൗണുകൾ അവർ നിർമ്മിച്ചത്. 1953 എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതോടെ സാഹസിക വിനോദസഞ്ചാരവും ഇവിടെ വർദ്ധിച്ചു. ഇന്ന് മൗണ്ടനിയറിംഗും സ്കീയിങ്ങും എന്നിവയ്ക്കായി ലോകം മുഴുവൻ ആളുകൾ ഇവിടേക്കെത്തുന്നു. പർവ്വതങ്ങൾ തടസ്സങ്ങളല്ല, മറിച്ച് പുറം ലോകത്തേക്കുള്ള വാതിലുകളാണെന്ന് ഷെർപ്പ ടെൻസിംഗ് നോർഗെ പറഞ്ഞിട്ടുണ്ട്. പർവ്വതങ്ങൾ തടസ്സങ്ങളല്ല, മറിച്ച് അതിജീവനത്തിലേക്കുള്ള വാതിലുകളാണെന്ന് പാഠപുസ്തകം ഉപസംഹരിക്കുന്നു. ഭാരതത്തിന്റെ കാലാവസ്ഥയെയും പ്രകൃതി സമ്പത്തിനെയും കാത്തുസൂക്ഷിക്കുന്നതിൽ ഹിമാലയൻ പർവ്വതനിരകൾക്ക് അതിപ്രധാന പങ്കുണ്ട്. ഓൺലൈൻ ഫോർ കേരള, ഓഫ്ലൈൻ ഫോർ പാലക്കാട്. Join us today.